നമസ്കാരം. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ ചെറ്റെ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ചെറ്റത്തരം എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നു. ജി സുധാകരനെയാണ് വിളിച്ചത്. ഏതാനും ദിവസം മുൻപാണ്. ചെറ്റക്കുടിലിൽ വളർന്നു വന്നവനാണ്. 18 വയസ്സ് വരെ ചാണകം മെഴുകിയ തറയിലായിരുന്നു. ചെറ്റക്കുടിലിൽ വളർന്നു വന്ന എന്നെ ചെറ്റെ എന്ന് വിളിച്ചതിൽ എനിക്ക് ഖേദമില്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ മാന്യത. ഇപ്പം ചെറ്റ എന്നുള്ള പദത്തിന് അത്തരത്തിലുള്ള ഒരു അർത്ഥമാണ് കൽപ്പിക്കുന്നത് എങ്കിലും അത് സാധാരണഗതിയിൽ മര്യാദയ്ക്ക് ഒരാളെ അഭിസംബോധന ചെയ്യുന്ന പദമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെ ചെയ്തുകൂടാത്തതാണ്. കാരണം പാവപ്പെട്ടവനെ കയറി ചെറ്റക്കുടിലിൽ വളർന്നു വന്നവനെ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നവനെ ചെറ്റെ എന്ന് വിളിച്ച് പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ശരിയുമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ചെറ്റ എന്നാൽ ചാരുതയുള്ള ഒരു പദപ്രയോഗമാണെന്നും, ചാരുത എന്നാൽ മനോഹാരിത എന്നാണ് അർത്ഥം. അത് മുഖ്യമന്ത്രി പറഞ്ഞത് പല തരത്തിൽ വളരെ മനോഹരമായ ഒരു പദമാക്കി മാറ്റിയാണ് അതിനെ പറഞ്ഞത്. എല്ലാ പദങ്ങൾക്കും പല പല സന്ദർഭങ്ങളിൽ പല പല അർത്ഥങ്ങളുമാണ് എന്നാണ് വിജയരാഘവൻ എന്ന പിണറായിയുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി വാലാട്ടി നിൽക്കുന്ന ഒരു പഴയകാല താൽക്കാലിക സെക്രട്ടറി ബിന്ദുവിന്റെ പുരുഷൻ പറഞ്ഞത്. വിജയരാഘവൻ അദ്ദേഹം പോയി എവിടെങ്കിലും പ്രസംഗിച്ചാൽ എനിക്ക് 500 വോട്ട് കൂടുതൽ കിട്ടും എന്ന് ജി സുധാകരൻ ഏതാനും ദിവസം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. പോളിറ്റ് ബ്യൂറോ മെമ്പറൊക്കെയാണ്. പക്ഷേ വായിൽ നിന്ന് വരുന്നത് പിണറായി സ്തുതിയും അതുപോലെയുള്ള ചീഞ്ഞു നാറിയ പദപ്രയോഗങ്ങളും മാത്രം. യാതൊരു നിലവാരവുമില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമ എന്ന് വീണ്ടും വീണ്ടും വിജയരാഘവൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പണ്ട് ശുംഭൻ എന്ന പദത്തിന് പ്രകാശം പരത്തുന്നവൻ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ വാദിച്ച MP ജയരാജനെ ഓർമ്മ വരുന്നു. അതുപോലെ ഏതാനും നാൾ മുമ്പ് കൊല്ലത്ത് വെച്ച് MA ബേബിയെ തോൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ NK പ്രേമചന്ദ്രനെ പരമനാറി എന്ന് വിളിച്ച പിണറായി വിജയനെ ഓർമ്മ വരുന്നു. പുരോഹിതരെ നികൃഷ്ടജീവി എന്ന് വിളിച്ചത്, TP ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ചത്. ഒരു പൊതു ഇടത്തിൽ ഒരാളെ സംബോധന ചെയ്യുമ്പോൾ, വിമർശിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, എന്തിന് അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും പാലിക്കേണ്ട മാന്യതയുണ്ട്. അതാരാണെങ്കിലും ഉണ്ട്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി ആണെങ്കിൽ അത് കുറച്ച് കൂടുതലല്ലേ? വാക്പ്രയോഗങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുക, പരിഹസിക്കുക, അവനവൻ വലിയ ആളാണ് എന്ന് ധരിക്കുക, അവനവൻ ആണ് എല്ലാത്തിനും മുകളിൽ എന്ന ഒരു ഏകാധിപത്യ പ്രവണതയും, പാർട്ടി വിട്ടു പോകുന്നവരെല്ലാം വെറും കൃമികീടങ്ങളാണ്, അവരൊന്നും പോയാൽ എനിക്കൊരു ചുക്കുമില്ല എന്നൊക്കെ പറയുക. ഇതൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ചില പ്രസംഗ വിശേഷങ്ങൾ. ഈ പ്രസംഗ വിശേഷങ്ങൾ തുടരും. എന്തൊക്കെ പദപ്രയോഗങ്ങളുമായിട്ട് ഏതൊക്കെ വേദിയിൽ ആരൊക്കെ എത്തും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഈ കൊല്ലത്ത് നടത്തിയ പരാമർശം മൂലം ഏതാണ്ട് 30,000 വോട്ടിനാണ് MA ബേബി തോറ്റത്. MA ബേബിയെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ പരമനാറി എന്ന് NK പ്രേമചന്ദ്രനെ വിളിച്ചതാണ് എന്നുള്ള ഭാഷ്യവും അന്നുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ചെറ്റക്കുടിലിൽ ജീവിക്കുന്നവർ സാധാരണക്കാരാണ്, പാവങ്ങളാണ്, അവർക്കും ജീവിതമുണ്ട്, അവരും മനുഷ്യരാണ്. അവരെ ചേർത്ത് വെച്ചുകൊണ്ട് മറ്റൊരാളെ അപഹസിക്കുന്ന രീതിയിലേക്ക് അതിനെ വലിച്ചിഴക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് മുഖ്യമന്ത്രി തന്നെ ചിന്തിക്കേണ്ടതാണ്. പിന്നെ വിജയരാഘവൻ പറഞ്ഞതുപോലെ ചെറ്റ എന്നത് ചാരുതയാർന്ന പദമാണെങ്കിൽ എന്തായാലും നന്നായി. ഇനിയും വിളിച്ചോളൂ.